ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദന്മാർ, മറ്റു പ്രിയ മുതഅല്ലിം സുഹൃത്തുക്കൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നിങ്ങളുടെ മുന്നിൽ എനിക്ക് സംവദിക്കാനുള്ള വിഷയം ഹിജാബ് സ്ത്രീകൾക്ക് നിഷിദ്ധമാണോ, അതിൻ്റെ വാദവും വസ്തുതയും കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഇസ്ലാമിൽ ഹിജാബിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീ ജീവിതവുമായി ചേർത്തു പറയുന്ന ഒരു സംശയമാണ് ഹിജാബ് എന്നുള്ളത്. 3 ഘട്ടങ്ങളിലായിരുന്നു ഹിജാബിന്റെ പൂർത്തീകരണം ഇസ്ലാമിൽ നടപ്പാക്കിയത്. ആ രീതിയിൽ തന്നെയാണ് ഖുർആൻ, ഹദീസ്, നരശനയുമുള്ളത്. പ്രധാനമായും ഈ വിധിവിലക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. സ്ത്രീയെ 2ാം ലിംഗമായി മാത്രം പരിഗണിച്ചുകൊണ്ട് സ്ത്രീയെ ചാക്കിൽ പൊതിയുന്നു എന്നുള്ള ആരോപണം കൂടി ഇസ്ലാമിനെതിരെ വന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളുടെ പിൻബലത്തിൽ ഹിജാബ് സ്ത്രീകൾക്ക് നിഷിദ്ധമാണോ എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. ഈ ചോദ്യത്തെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മ വരുന്നത് 2 വർഷങ്ങൾക്ക് മുമ്പ് കർണാടക ജില്ലയിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹിജാബ്, മുസ്ലിം സ്ത്രീയുടെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഭരണഘടനയെ മുറിവേൽപ്പിക്കുന്നതായ തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു. ഏതൊരു മനുഷ്യനും തന്റെ മതം അനുശ്വാസിക്കുന്ന രൂപത്തിൽ ജീവിക്കാൻ അനുമതി നൽകുന്ന ഒരു രാജ്യത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. എന്തിനാണ് മുസ്ലിം സ്ത്രീകൾക്ക് ഹിജാബ് നിർബന്ധമാക്കിയിട്ടുള്ളത്? സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയും അന്യരുടെ നോട്ടത്തിൽ നിന്നും ശാരീരിക മാനസിക പീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ വഴിയൊരുക്കുന്ന ഒന്നാണ് സ്ത്രീകൾക്ക് ഹിജാബ് എന്നുള്ളത്. അതിന്റെ 1ാം ഘട്ട നിലയിൽ സ്ത്രീകൾ അനിവാര്യതകൾ മാത്രം പുറത്തിറങ്ങിയാൽ മതി. പുറത്തിറങ്ങുമ്പോഴൊക്കെ സ്ത്രീകൾ പരിപൂർണ ഹിജാബ് ധരിച്ചുകൊണ്ടാകണം പുറത്തിറങ്ങേണ്ടത് എന്നാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് ആഭാസ മനസ്സുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടാകും, നിരാശപ്പെടുത്തുന്നുണ്ടാകും. അത് ശരിയാണ്. അത് ഉൾക്കൊണ്ട് തന്നെയാണ് മുസ്ലിം സ്ത്രീ പഠിക്കുകയും വളരുകയും ചെയ്യുന്നത്. പുറത്തിറങ്ങാൻ ഒരു പെൺകുട്ടിക്കോ അവരുടെ രക്ഷിതാവിനോ ഈ വസ്ത്രഭദ്രത ഒരു തടസ്സമാകുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഇവരോടുള്ള കാഴ്ച സ്വാതന്ത്ര്യം ഇല്ലാതാവുക എന്നല്ലാതെ മറ്റ് എന്ത് നഷ്ടമാണ് വരുന്നത്? ഇവിടെ ഹിജാബിനെ കുറിച്ച് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ പറയുന്നുണ്ട്, അൽ മർഅതു ഔറത്തുൻ ഫൈദാ ഖറജത് ഇസ്തശ്റഫ ശൈത്വാൻ. സ്ത്രീ ഔറത്താണ്. അവൾ പുറത്തിറങ്ങിയാൽ പിശാച് അവളെ ഭംഗിയാക്കി പ്രദർശിപ്പിക്കുന്നതാണ്. ഇവിടെ ഹിജാബ് വിവാദത്തെ തുടർന്ന് കോടതികളിൽ അരങ്ങേറിയ വാദമുഖങ്ങൾ തീർത്തും വസ്തുതാ വിരുദ്ധമാണ്. പ്രമാണഭാഗങ്ങളെ അവഗണിച്ചുകൊണ്ട് പ്രതിഭാഗത്തെ നിരീക്ഷണങ്ങളെയല്ല ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കേണ്ടത്. തീർത്തും നീതിയുക്തമായ നടപടിയിലൂടെ മറ്റു മതങ്ങൾക്കുള്ള ആചാരങ്ങളിൽ രാഷ്ട്രം കൊടുക്കുന്ന അതേ പരിഗണന മുസ്ലിം സ്ത്രീ വേഷത്തിലും നൽകേണ്ടതുണ്ട് എന്ന സന്ദേശത്തെ മുന്നിൽ വെച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.